ഹലോ എവ്രി വൺ. ഞാനിപ്പോൾ വൈക്കത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി തൊഴാൻ വേണ്ടിയിട്ട്. നാട്ടിലെപ്പോൾ വന്നാലും പോയി ഈ അമ്പലങ്ങളൊക്കെ തൊഴാറുണ്ട്. നമുക്കൊരു സന്തോഷമാണ്. ആദ്യം പോകുന്നത് എളങ്കാവ് അമ്പലമാണ്. ഇവിടെ ഭഗവതിയാണ്. അപ്പോൾ ഇവിടെ ഞാനും ഹസ്ബൻഡും ചേച്ചിയും കൂടിയിട്ടാണ് തൊഴാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുവരം ഒരു വലസി വയ്ക്കുകയാണ്. ഇതാണ് എളങ്കാവ് അമ്പലം. വലിയൊരു അമ്പലം തന്നെയാണ്. രാവിലെ നേരം അങ്ങനെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറ്റി. അപ്പോൾ അങ്ങനെ തൊഴുത് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി പോകുന്നത് വൈക്കത്തേക്കാണ്. ഇതിപ്പോൾ ഞങ്ങളുള്ളത് തലയോലപ്പറമ്പ് ഭാഗമാണ്. ഇവിടുന്ന് ഇപ്പോൾ പോകുന്നത് വൈക്കത്തേക്കാണ്. അവിടെ വൈക്കം മഹാദേവ ടെമ്പിൾ പോകണം. പിന്നെ ഉദയനാപുരം സുബ്രഹ്മണ്യ ടെമ്പിള്, പിന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഉദയനാപുരമാണ്. അവിടെ സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ്. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്, വിശേഷപ്പെട്ട ദിവസവുമാണ്. ഇപ്പോൾ പോകുന്ന വഴി ഇപ്പോൾ കണ്ട വീട് അത് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന വീടെന്നാണ് പറഞ്ഞ്. ഇത് ഇലക്ട്രിസിറ്റി, അത് സബ്സ്റ്റേഷനാണ്. അങ്ങനെ നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ട് ഈ ഏരിയയൊക്കെ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഉദയനാപുരം പോയി തൊഴാമെന്നും പറഞ്ഞിട്ടാണ്, നട അടയ്ക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിങ്ങിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വൈക്കം ക്ഷേത്രമാണ്. ഒരു റൗണ്ട് അബൌട്ട് പോലെ ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യുമ്പോൾ ഉദയനാപുരം, അവിടെ വൈക്കം, ഇപ്പുറത്തേക്ക് ഉദയനാപുരം. അച്ഛനും മോനും, മഹാദേവൻ ഒരു സൈഡിൽ, സുബ്രഹ്മണ്യൻ മറ്റേ സൈഡിൽ. അപ്പോൾ വൈക്കത്ത് അഷ്ടമിയൊക്കെ ഭയങ്കര വിശേഷമാണ്. അച്ഛൻ്റെയും മോൻ്റെയും മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രസം എന്നാണ് പറയുന്നത്. ഉദയനാപുരം നല്ല ഡെവലപ്ഡാണ്. നമുക്ക് ട്രെൻഡ്സും ഫസ്റ്റ് ക്രൈം ഒക്കെ അവിടെയുണ്ട്. ഇപ്പോൾ ഉദയനാപുരം മുരുകൻ്റെ അമ്പലം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതും വലിയൊരു ക്ഷേത്രം തന്നെയാണ്. അങ്ങനെ അമ്പലമുറ്റത്തെത്തി. ഇനി നമുക്ക് കയറി തൊഴാൻ പോവാം. കണ്ടില്ലേ, വലിയ ക്ഷേത്രമാണ്. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആയതുകൊണ്ട്, മുരുകൻ്റെ ദിവസമായതുകൊണ്ട് ഒരുവിധം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മുൻവശം, കൊടിമരം. അപ്പോൾ ഞങ്ങൾ കയറി തൊഴുതിട്ടാണ് വരുന്നത്. അവിടുത്തെ പ്രാവുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരിക്കുന്നത്, അടുത്ത് വരുന്നുണ്ട്. മറ്റേ ഈ ഒരു സൈഡിൽ ഇടുമ്പൻ സ്വാമിയെ, ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല, ഇപ്പോൾ പുതിയതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത ശേഷം ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ വൈക്കത്തേക്ക് പോവുകയാണ്. ആദ്യം പോകാൻ പോകുന്നത് കൃഷ്ണൻ്റെ അമ്പലമാണ്. അവിടെ ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. നല്ല ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്. ഒരു പോസിറ്റീവ് വൈബ് കിട്ടും നമുക്ക് അവിടെ പോകുമ്പോൾ. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ വഴി കൂടിയാണ് പോവുക. ഇതാണ് കൃഷ്ണൻ്റെ ക്ഷേത്രം, ഗുരുവായൂരപ്പൻ തന്നെ. അവിടെ നവഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തൊഴുതു, നന്നായി തൊഴുതു. ഇനിയിപ്പോൾ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ വൈക്കത്തമ്പലത്തെത്തി. ഇതിപ്പോൾ ഊട്ടുപുരയാണ്. അവിടെ മറ്റേ കൊട്ടും വാദ്യവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം, ഇങ്ങനെ പഠിപ്പിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം കയറി വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി തൊഴാനായിട്ട്. ഇത് കണ്ടില്ല, അവിടെ നന്ദി 4 കോർണേഴ്സിലും ഉണ്ട്. നന്ദിയുടെ കാതിൽ പോയിട്ട് ഓരോരുത്തരും അവരെ വിഷ് പറയുകയാണ് അവിടെ. ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ കയറാനായിട്ട് പോവുകയാണ്. ഞങ്ങളങ്ങനെ കയറി മറ്റേ പൂജയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ പൂജയെല്ലാം നട അടച്ചിട്ടുണ്ടായിരുന്നു, കണ്ടു തൊഴുത്. ഇപ്പോൾ പനച്ചിക്കൽ ഭഗവതി, അവിടെയും ഞങ്ങൾ തൊഴുത ശേഷം മടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ 4 അമ്പലം തൊഴാനായിട്ട് പറ്റി. അതിൽ വലിയൊരു സന്തോഷം. ഭഗവതിയും സുബ്രഹ്മണ്യനും കൃഷ്ണനും മഹാദേവനും എല്ലാവരെയും കണ്ടു തൊഴുതിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ അമ്പലങ്ങളൊക്കെ പോയി തൊഴാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷമാണ് നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്തത്.
താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.